വീട്ടമ്മമാർ എപ്പോഴായാലും ഈസി ആയിട്ടുള്ള റെസിപ്പിയുടെ പിന്നാലെയാണ് പോകാറ് പതിവ്. ഇത്തവണയും ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. തലേദിവസം മാവ് അരച്ച് വയ്ക്കുകയോ മണിക്കൂറുകളോളം കാത്തിരിക്കുകയോ ഒന്നും വേണ്ട. അരച്ച് വെച്ചാൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് മൈദ വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കാം. ഞാനിന്ന് നല്ല ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് നമ്മൾ 1 ഗ്ലാസോളം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1 ഗ്ലാസോളം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബബിൾസൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് അരച്ച് മാറ്റി വെക്കാനായിട്ട്. ഒട്ടും കട്ടകളില്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കി വെക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു മൺചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഈ ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഈ കയ്യിൽ വെച്ചിട്ട് നടുഭാഗം ഒന്നിങ്ങനെ വട്ടത്തിലൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മറ്റൊന്നല്ല, നമ്മുടെ നാട്ടിൽ ഇതിനെ മുട്ടപ്പത്തിരി എന്നാണ് പറയുക. ബാക്കിയുള്ളടത്ത് എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. മുട്ടപ്പത്തിരി എന്ന് പറയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതിന് ശരിക്കും ഒരു മുട്ടയുടെ ഫ്ലേവറൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഹെൽത്തിയാണ്. പിന്നെ ഇതിൻ്റെ ഫ്ലെയിമാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഒരേ ഫ്ലെയിമിൽ കത്തിച്ചിട്ട് വേണം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ആദ്യത്തെ 1-2 എണ്ണമൊക്കെ ചിലപ്പോൾ ചട്ടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. എങ്കിലും 2-3 എണ്ണമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു ചട്ടിയിൽ മുട്ടപ്പത്തിരി മാത്രം ഉണ്ടാക്കാനാണ് അമ്മ സമ്മതിക്കാറുള്ളൂ കേട്ടോ. മറ്റൊന്നിനും ഇത് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ എപ്പോൾ ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചട്ടിയിൽ നിന്ന് വിട്ടുപോരുകയും നടുഭാഗം നല്ല സോഫ്റ്റായിട്ടും സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. നമുക്കിത് ചിക്കൻ കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കാം. പക്ഷേ എൻ്റെ ഫേവറേറ്റ് നാളികേരപ്പാലും പഞ്ചസാരയും കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോവും, അത്രയധികം ടേസ്റ്റാണ്. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല കട്ടിയുള്ള നാളികേരപ്പാലൊക്കെ ഒഴിച്ച് ഒരു 5 മിനിറ്റോളം ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മളെ വായിലേക്ക് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ ഒരുപാടിരുന്ന് കഴിക്കാനായിട്ട് തോന്നും. കഴിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് മത്ത് പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.